ഗണേശോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ നിമജ്ജന ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. കൽപ്പാത്തി പുഴയിലാണ് വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. പാലക്കാട് നഗരത്തിൽ വിനായക ചതുർത്ഥിയുടെ ഭാഗമായുള്ള നിമജ്ജന ശോഭായാത്ര ആവേശത്തോടുകൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ റോഡിന്റെ ഇരുവശവും ഈ വിനായക വിഗ്രഹങ്ങൾ കണ്ട് തൊഴുകുന്നതിന് വേണ്ടി ഒരുപാട് വിശ്വാസികളാണ് റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്നത്. വിവിധ ഭാവങ്ങളിലുള്ള രൂപങ്ങളിലുള്ള വിനായക വിഗ്രഹങ്ങളാണ് ഈ ഒരു നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മേലാമുറിയിൽ നിന്നാണ് ഈ നിമജ്ജന ഘോഷയാത്ര ആരംഭിച്ചത്. ആ മേലാമുറിയിൽ നിന്ന് ആരംഭിച്ച നിമജ്ജന ഘോഷയാത്ര അത് ഏതായാലും ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിമജ്ജനം കൽപ്പാത്തി പുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ റോഡിന് കാത്തു നിൽക്കുകയാണ് വിഗ്രഹങ്ങൾ കാണുന്നതിന് വേണ്ടി. ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി 275 വിനായക വിഗ്രഹങ്ങളാണ് നിമജ്ജന ഘോഷയാത്രയിൽ അനുസരിച്ചിട്ടുള്ളത്. 275 വിനായക വിഗ്രഹങ്ങളിൽ ഓരോന്നും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ഉള്ളതാണ് എന്നുള്ളതാണ്. സിദ്ധിവിനായകനും അതുപോലെ തന്നെ കൊച്ചു വിനായകനും അങ്ങനെ ഓരോ ഭാവങ്ങളിലും രൂപങ്ങളിലും ഒക്കെ ഉള്ള വിനായക വിഗ്രഹങ്ങൾ ആ ഒരു മുറിക്കൊമ്പമായി കയ്യിൽ മോദകമേന്തിയുള്ള വിഗ്രഹങ്ങൾ അങ്ങനെ ഓരോ വിഗ്രഹങ്ങളും കാണുന്നതിന് വേണ്ടി ആ വിനായകനെ തൊഴുകുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്നു. എന്തായാലും ഈ രാത്രിയോടായപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ കൂടെയാണ് ഈ നിമജ്ജന ഘോഷയാത്രയുടെ ഭാഗമായി ഓരോ വിഗ്രഹത്തിന് മുന്നിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആ രാത്രിയുടെ ആ ഒരു മനോഹാരിത ഉത്സവം വളരെ മതങ്ങളൊക്കെ പൂജ ചെയ്ത വിഗ്രഹങ്ങളാണ്. അങ്ങനെ ഓരോ ഇടങ്ങളിൽ ഓരോ ദിവസങ്ങൾ 5ഉം 9ഉം ഒക്കെ ദിവസങ്ങൾ പൂജ ചെയ്തതിനു ശേഷമാണ് ഈ വിഗ്രഹങ്ങൾ ഇപ്പോൾ നിമജ്ജനത്തിനായി കൊണ്ടുപോകുന്നത്. ഓരോന്നും ഓരോ നാട്ടിൽ നിന്നുള്ളതാണ്. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് ഈ വിഗ്രഹങ്ങളൊക്കെ. പൊതുവായി അതുപോലെ തന്നെ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകൾ അങ്ങനെ വിവിധ നാടുകളിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളൊക്കെ നഗരത്തിലേക്ക് ഇപ്പോൾ നിമജ്ജനത്തിനായി എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വിനായക ചതുർത്ഥി ആഘോഷം പ്രധാനമായി നടക്കുന്ന 2 കേന്ദ്രങ്ങളാണ്. ഒന്ന് പാലക്കാട് നഗരം, മറ്റൊന്ന് ഒറ്റപ്പാലം എന്നുള്ളതാണ്. ഈ 2 ഇടങ്ങളിലാണ് വളരെ വിപുലമായ ആഘോഷം നടക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വയനാടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഡംബരം അല്പം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഇതിനേക്കാൾ വളരെ ആഡംബരമായി നടത്തിയത്. പക്ഷേ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ആഡംബരം അല്പം കുറച്ചുകൊണ്ട് ഈ വിനായക ചതുർത്ഥി ആഘോഷം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിന്റെ ഏതായാലും ഹൃദയഭാഗത്തുകൂടെ നീങ്ങി ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളും നിമജ്ജനത്തിനായി കൽപ്പാത്തി പുഴയിലേക്ക് എത്തുമ്പോൾ ഭക്തർക്കെല്ലാം വലിയ വളരെ വിപുലമായി ആഘോഷിക്കുമ്പോൾ അത് പല കായിക വിധി ഉൾപ്പെടെ നേടുന്നതിന് വേണ്ടിയും അത്ഭുതത്തിന് വേണ്ടിയും അകലുന്നതിന് വേണ്ടിയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആളുകൾ ഈ ഒരു വിനായക ചതുർത്ഥി ഘോഷയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ കേരളത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം അത് ആദ്യമായി നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നടക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷം എന്നുള്ളത് ജില്ലയിലെ 32ാമത് വിനായക ചതുർത്ഥി ആഘോഷമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് തന്നെ വിനായക ചതുർത്ഥി ആഘോഷം ആദ്യമായി ആരംഭിച്ച ഒരു നാട്. ആ നാട്ടിൽ വിനായക ചതുർത്ഥിയുടെ 32ാമത് വർഷം പുരോഗമിക്കുമ്പോൾ അതിന്റെ സംസ്ഥാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതവണേതായാലും വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ മുൻവർഷങ്ങളിലെ പോലെ ആഡംബരം കുറച്ചിട്ടാണ് ആളുകളുടെ
പങ്കാളിത്തം കൊണ്ട് ആ ഒരു വിനായക ചതുർത്ഥി ഘോഷയാത്ര വലിയ ആഡംബരപൂർവവും ആവേശപൂർവവും ആവുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് യുവാക്കൾ ആടിയും പാടിയും ഒക്കെ ഓരോ വിഗ്രഹത്തിന് മുന്നിൽ നമുക്ക് അവരെ ആ ഒരു ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആഘോഷത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും ഇങ്ങനെ ഭഗവാന്റെ രൂപങ്ങൾ കാണുന്നതിന് വേണ്ടി ഭഗവാനെ ഒന്ന് വണങ്ങുന്നതിന് വേണ്ടി തൊഴുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ തടിച്ചുകൂടി നോക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ മാത്രം ഇതൊക്കെയാണ് ഈ ഒരു വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വിനായക ചതുർത്ഥി ആഘോഷം. അതേതായാലും അതിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആവേശം അത് അണപൊട്ടാതെ ഓരോരുത്തരും ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അതിന്റെ പ്രധാന നിമിഷം വലിയ ആർഭാടപൂർവ്വം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തന്നെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആടിയും പാടിയും ഒക്കെ യുവാക്കളും മറ്റുമൊക്കെ ആ ഒരു ഘോഷയാത്രയുടെ ഭാഗമാവുന്നു. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങൾ ഓരോന്നും കാണിച്ചു നീങ്ങുമ്പോൾ ഓരോ ഇടത്തും ഓരോ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഒരുപാട് വിനായകന്റെ ഗീതങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഹൈന്ദവ ഭക്തിഗാനങ്ങൾ ഓരോയിടത്തും കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. വിനായക ചതുർത്ഥി ആഘോഷം പാലക്കാട് നഗരത്തിൽ വളരെ വളരെ ആവേശത്തോടുകൂടി പുരോഗമിക്കുന്നു. നമുക്കതിന്റെ ഓരോ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ തീരുന്നില്ല, തീരാത്ത അത്രയും നമുക്ക് മുന്നിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഓരോ ഇടത്തെയും വിഗ്രഹങ്ങൾ. പലയിടത്തും ആളുകൾ അവരുടെ നാട്ടിലെ ആ വിഗ്രഹം ഒന്ന് ചാനലിലൂടെ എല്ലാ പ്രേക്ഷകരെയും എല്ലാ വിശ്വാസികളെയും കാണിക്കണമെന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും നീളത്തിൽ ഇങ്ങനെ 275 വിഗ്രഹങ്ങൾ എന്നൊക്കെ ഉള്ളത് ആ ഒരു അവസാന ഭാഗം വരെ എത്തിച്ച് കാണിക്കുക എന്നുള്ളത് ഏതായാലും നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിലും പരമാവധി ആ ഭഗവാന്റെ വിഗ്രഹങ്ങൾ രൂപങ്ങൾ അതൊക്കെ ഇങ്ങനെ ആളുകൾ വളരെ തൊഴുകയോടുകൂടെ അതിങ്ങനെ കാണുകയാണ്. അതിനിങ്ങനെ ഭക്തിയോടുകൂടെ അവർ വണങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വിനായക ചതുർത്ഥി ആഘോഷം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്നു. നിമഞ്ജന ഘോഷയാത്ര പാലക്കാട് വളരെ പ്രൗഢിയോടുകൂടെ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണുള്ളത്.